2 വർഷത്തിന് ശേഷം സൂര്യയുടെ സിനിമ റിലീസാവുകയാണ് കങ്കുവ. സോ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കഴിഞ്ഞ് നേരെ ഇവിടെ വന്നിരിക്കുകയാണ്. സോ എന്താണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നതിന് മുമ്പ് ഇത് എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയല്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറയട്ടെ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ തുടക്കം നമ്മൾ പെട്ടെന്ന് കണ്ടിട്ട് ഇതിന്റെ കുറച്ച് ഒരു എന്താ പറയുക ഒരു 30% കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ഇത് എന്ന് ചില ആളുകൾക്കും ഒന്നും മനസ്സിലാവാതെ കൺഫ്യൂസ് ആയി പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട്. പിന്നെ കുറച്ച് വലിച്ചു നീട്ടലുണ്ട്, കുറച്ച് ഇമോഷൻ ഉണ്ട്, പിന്നെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള കുറെ നിലവിളിയുണ്ട്. വളരെ ക്ഷമയോടെ സിനിമയെ സമീപിക്കുന്ന ആളുകൾക്ക് വൺ ടൈം വാച്ചബിൾ, ഒരു തവണ കാണാം എന്താണ് ഈ സംഭവം എന്നുള്ളത്. അത് മാത്രമല്ലാതെ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യാം എന്തൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്ന VFX കാര്യങ്ങൾ, സൂര്യയുടെ നിലവിളി, അതുപോലെ തന്നെ ബോബി ഡിയോളിന്റെ നിലവിളി, വില്ലന്റെ നിലവിളി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നിലവിളികളാണ്. ഈ സിനിമ മൊത്തം നിലവിളി മാത്രമേ ഉള്ളൂ. കാരണം ആവശ്യത്തിനും ആവശ്യമില്ലാണ്ടൊക്കെ ഒരേ നിലവിളിയാണ്. ആദ്യം സിനിമയുടെ പോസിറ്റീവ് ഭാഗങ്ങൾ പറയാം. എന്തായാലും സൂര്യയുടെ ലുക്ക് അടിപൊളിയാണ്. കുറച്ചുകൂടെ യങ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ബോഡി മെയിൻറ്റെയിൻ ചെയ്തതിന്റെ ആണെന്ന് അറിയില്ല. എന്തായാലും ഫേസ് ആണെങ്കിൽ കൂടെ കുറച്ച് നന്നായിട്ട് യങ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. സൂര്യ ബോഡി നല്ല അടിപൊളിയായിട്ടുണ്ട്. ബോഡി നല്ല എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ മൂപ്പരുടെ നിലവിളി, ആക്ടിങ് ഒബ്വിയസ്ലി ആൾക്ക് കുഴപ്പമില്ല, നന്നായി ചെയ്തിട്ടുണ്ട്. ആക്ടിങ് എല്ലാ ഒരു വയലൻസ് സീൻ ആണെങ്കിലും മൂപ്പരുടേതായിട്ടുള്ള രീതിയിൽ ആ ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഫേസിൽ വന്നിട്ടുണ്ട്. മൂപ്പറിന്റെ ഇമോഷൻസ് നമുക്ക് ഓഡിയൻസിനെ പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. കാരണം സൂര്യയുടെ വിഷമം എന്ന് പറയുന്നത് കാണുന്ന ആളുകളുടെയും വിഷമമാണ്. അങ്ങനെയുള്ള ചില സീൻസ് ഈ ഒരു സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സിനിമയിൽ അവിടെ എവിടെയായിട്ട് ചിന്നിച്ചെതറി കിടക്കുന്ന ചില മൊമെന്റ്സ് ഉണ്ട്, ചില ഇമോഷൻ സീന് അല്ലെങ്കിൽ മാസ് സീന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ ബാക്കിയൊന്നും വലിയ കാര്യമായിട്ട് ഈ സിനിമയിൽ നല്ലത് എന്ന് പറയാനില്ല. സിനിമയുടെ VFXും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു തവണ കണ്ടിരിക്കാം. പിന്നെ ബോബി ഡിയോൾ, അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു കൊടൂരനായിട്ടുള്ള ഒരു വില്ലൻ ആക്കി വെച്ചത് എന്തിനാണെന്ന് അറിയില്ല. കാരണം അവസാനം കൊണ്ട് ഒരു പക്ക ഡെമ്മി ആയിപ്പോയി. പക്ക ഡെമ്മി എന്ന് പറഞ്ഞാൽ പക്ക ഡെമ്മി, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു പോഴനായിട്ടുള്ള ഒരു വില്ലനായിട്ട് മാറി. സിനിമയിലെ ഫൈറ്റ് സീൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് സീൻസ് എടുത്തിട്ടുണ്ട്. ഒരുപാട് എഫേർട്ട് ഇട്ടുണ്ട് നമുക്ക് ആ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ചെറിയ രീതിയിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലൊക്കെ തന്നെയാണ് ഫൈറ്റ് സീൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ വയലൻസ് അത്യാവശ്യം വേണ്ടത്ര വയലൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സിനിമയുടെ മോശം വശങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം തന്നെ ഈ ഒരു സിനിമയുടെ സ്റ്റാർട്ടിങ് വലിയ കുഴപ്പമില്ലാതെ നമ്മളെന്തോ ഭയപ്പെടുത്തുന്ന പോലെ രീതിയിലൊക്കെ ഇങ്ങനെ വലിയൊരു കുട്ടി ഓടുന്നതും ആ കുട്ടിയെ പിടിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ പുറകെ പോകുന്ന കാര്യങ്ങളൊക്കെ കാണിക്കും. അതിനുശേഷം പെട്ടെന്ന് 2024 നമ്മുടെ സൂര്യനെ കാണിക്കും. അതിൽ ഒരു മാതിരി എന്താ പറയാ, ഫുൾ അടിച്ചുപൊളി, വല്ലാത്ത ഓവറായിട്ട് കാണിക്കും. ഒരുപാട് ഓവറായിട്ട് ഈ മാസ് സിനിമയിൽ സൂര്യനെ പ്ലേസ് ചെയ്തിട്ടില്ലേ ഒരു ആ പയ്യനായിട്ടുള്ളത്, ആ ഒരു രീതിയിലൊക്കെ കാണിക്കും. ആ ഒരു കാര്യം നല്ല രീതിയിൽ വെറുപ്പിച്ചു. അത് കൂടാതെ ഈ സിനിമയിലെ നടി, ശരിക്കും എന്തിനാണ് ഇതിൽ നടി എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു പാട്ടില് ആ നടി ഒരു ബിക്കിനി ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നടിനെ ആ ഒരു സിനിമയിൽ പ്ലേസ് ചെയ്തത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സിനിമ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അതായത് 2024 കാലഘട്ടവും 2017 തോന്നുന്നു, ആ ഒരു കാലഘട്ടവും വീണ്ടും മാറി കാണിക്കുന്നുണ്ട് അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ. അതായത് 2024 സൂര്യയും 2017 ഒരു ഗോത്രവർഗത്തിൽപ്പെട്ട അവിടുത്തെ വളരെ വില്ലാളി വീരനായിട്ടുള്ള സൂര്യയും ഇങ്ങനെ മാറി കാണിക്കുകയാണ്. ഇവർ തമ്മിൽ ഒരു പുനർജന്മത്തിന്റെ കണക്ഷൻ ആണെന്നൊക്കെയാണ് സിനിമ പറഞ്ഞു വരുന്നത്. പണ്ട് കാലത്തെ ഗോത്രവർഗം എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു വയലൻസിന്റെ ഭാഗമായിട്ട് നിലവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് വെറുതെ നിലവിളിക്കുക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ വെറുതെ നിലവിളിക്കുക. അതേപോലെ ഇതിൽ ഒരുപാട് നിലവിളിയുണ്ട്. വെറുതെ നിലവിളിക്കുക, വെറുതെ അട്ടഹസിക്കുക, എന്തെല്ലാമോ കാട്ടിക്കൂട്ടുക. പണ്ട് കാലത്തെ ഗോത്രവർഗം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു ചതിക്കലിന്റെ ഭാഗമായിട്ട് നായകൻ ഒരാളെ കൊന്നതിന് ശേഷം അതിന് മറ്റൊരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നായകന് വലിയൊരു വിഷമം എത്തുന്നു. അതിന്റെ സെന്റിമെന്റ്സിന്റെ പുറകെ നായകൻ വീണ്ടും നടക്കുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ സിനിമയിൽ വരുന്നുണ്ട് കേട്ടോ. അതായത് ഇനി അങ്ങോട്ട് പറയുകയാണെങ്കിൽ സിനിമ മൊത്തം പറയേണ്ടി വരും, അതൊന്നും പറയുന്നില്ല. എന്തായാലും ഇതിനെ ഒരു സെന്റിമെന്റ്സ്, അതുപോലെ തന്നെ നാടിനെ രക്ഷിക്കുക, അവരുടെ ഗ്രാമങ്ങളെ രക്ഷിക്കുക, അതുമായി ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു കഥ. ഈ കഥയിലെ ചില കഥാപാത്രങ്ങൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തും ഉണ്ട്. സോ അപ്പൊ അതും ഇതും കൂടിയിട്ട് കണക്ട് ചെയ്ത് കാണിക്കുകയാണ്. അതായത് അതിൽ വേർപിരിഞ്ഞു പോയ ആളുകൾ ഇതിലേക്ക് വീണ്ടും കണക്ട് ചെയ്ത് അങ്ങോട്ട് വരിക. അവർ തമ്മിലുള്ള ആ ഒരു പെയിൻ, അവരുടെ ഇമോഷൻസ്, അവരുടെ ആ പണ്ട് കാലത്ത് ഇങ്ങനെ സംഭവിച്ചതിന്റെ ചില കണക്ഷൻ കിട്ടില്ല. നമ്മുടെ ധീര സിനിമയിൽ എന്താ പറയാ, രാം ചരൺ ഒരു ബസ്സിന്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ അവളുടെ കയ്യിൽ ഇങ്ങനെ കാജുലിന്റെ കയ്യിൽ ഇങ്ങനെ തട്ടില്ലേ, അപ്പൊ പെട്ടെന്ന് എന്തോ ഒരു സംഭവം ഇങ്ങനെ ഒരു വൈബ്രേഷൻ ഒക്കെ വരില്ല. അതുപോലത്തെ ചില സംഭവങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ എവിടെയെല്ലാമോ കണ്ടു മറന്ന ചില കാര്യങ്ങളും ചില ഇംഗ്ലീഷ് സിനിമയിലെ കാര്യങ്ങളെല്ലാം തന്നെ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് റെഫറൻസിനായിട്ട് തോന്നുന്നു. കാരണം അതേപോലെയൊക്കെ ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ചില വിഷ്വൽസ് ഇതിലുണ്ട് കേട്ടോ. പിന്നെ ഈ സിനിമയിലെ ആക്ടിംഗ് ബേസ്, അതായത് അവരുടെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നായികയും നായകന്റെ കൂടെ ഒരു കോമഡി പീസും ഉണ്ട്. അവർ രണ്ടുപേരെ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും വലിയ തരക്കേടില്ലാതെ കുഴപ്പമില്ലാതെ രീതിയിൽ സെറ്റാക്കി. സൂര്യ അടിപൊളിയാണ്. പിന്നെ സൂര്യയെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പയ്യനും കൂടിയുണ്ട്. ആ ഒരു പയ്യന്റെ ആക്ടിങ് വലിയ കുഴപ്പമില്ല. എല്ലാം നിലവിളി ഇമോഷൻസ് ഒക്കെ തന്നെ. പക്ഷെ ആ സിനിമയിൽ ഈ ഒരു കണക്ഷൻ കിട്ടിയാൽ മാത്രമേ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അത് വലിയ കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ടുണ്ട്. സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
ചില സ്ഥലങ്ങളിലെല്ലാം തന്നെ നല്ല നമുക്ക് കൺവിൻസ് ആവുന്നുണ്ട്, ആ ഒരു സ്കോറൊക്കെ നമ്മൾക്ക് ആ ഒരു ഇമോഷനായിട്ട് അല്ലെങ്കിൽ സിനിമയുടെ സീനായിട്ട് നമുക്ക് ഒത്തുപോകാനായിട്ട് കഴിയും. പക്ഷെ ചില സ്ഥലത്ത് അത് വല്ലാത്തൊരു ബഹളമായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു ഗോത്രവർഗത്തിന്റെ ആ ഒരു സ്റ്റേജുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ നമുക്ക് അറിയാൻ പാടില്ല. എന്തായാലും ചില സ്ഥലങ്ങളിൽ നമുക്ക് തോന്നുന്നത് എന്താ ഓവറായിട്ടുള്ള ബഹളം, ഫുൾ ഒരേ ബഹളമാണ്, ഒരേ നിലവിളിയാണ്, ആവശ്യത്തിനും ആവശ്യമില്ലാത്തൊക്കെ. ഇതുപോലെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോയിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ കുഴപ്പമില്ല കേട്ടോ, ചില സ്ഥലങ്ങളിൽ ആ ഒരു ഫീലിങ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ചിലവിടെ കുറച്ച് ഓവറാക്കി. വില്ലന്റെയും നായകന്റെയും ഇൻട്രോ സീൻസ് ഈ ഒരു സിനിമയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് നായകന്റെ ഇൻട്രോ സീൻ എന്ന് പറയുന്നത് ഭയങ്കര ഹൈപ്പിൽ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല രസമുണ്ട്, എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി അതുപോലെ തന്നെ വില്ലന്റെ ബോബി ഡിയോളിനെ നോക്കുകയാണെങ്കിലും വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഈ മനുഷ്യനെയൊക്കെ എങ്ങനെയാണാവോ ഈ നായകൻ അടിച്ച് തീർക്കാൻ പോകുന്നത് നമുക്ക് തോന്നിപ്പോവും. പക്ഷേ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് വില്ലൻ വെറും പഴമായിട്ട് മാറും. ഞാൻ വിചാരിച്ചു എൻ്റെ മനുഷ്യ ഒരടി നേരെ മാർക്കും തിരിച്ച് കൊടുത്തൂടെ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അങ്ങനെ ഇത്രയും വലിയൊരു മാസമൊക്കെ കാണിച്ചിട്ട് ആ ബോബി ഡിയോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സിനിമയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സാഹചര്യം, വെറും പഴമാക്കി. ഇനി എടുത്തു പറയേണ്ട വേറൊരു കാര്യം കൂടി കേട്ടോ, ഒരു സസ്പെൻസ് എന്നോളമാണോ എന്ന് അറിയില്ല, എന്തായാലും ഇതിലൊരു സസ്പെൻസ് എന്നോളം അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്നോളം വലിയൊരു സംഭവം കൂടി നീട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ക്ലൈമാക്സിൽ. അതായത് 2ാം ഭാഗം വരും എന്ന രീതിയിൽ, പിന്നെ ചെറിയൊരു സസ്പെൻസും തരുന്ന രീതിയിൽ. അതൊക്കെ എന്തായാലും സിനിമ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. മൊത്തത്തിൽ കുഴപ്പമില്ല, അങ്ങനെ വൺ ടൈം വാച്ചബിൾ ആണ്, ഒരു തവണ കാണാം, അതിൽ കൂടുതലൊന്നുമില്ല, ഒരു തവണ കാണാം, അത്രയേ ഉള്ളൂ. പൈസ പോയി എന്നും അറിയാൻ പറ്റില്ല, ഒരു തവണ കാണാം. കാരണം ഇത്രയും ഒരുപാട് VFXും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ യുദ്ധവും ഫൈറ്റും അവരുടെ ആ ഒരു നിലവിളിയും പിന്നെ അവരുടെ ആ ഒരു കാടിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ കാണിച്ചല്ലേ, അങ്ങനെ ഒരു കൺസിഡറേഷൻ കൊടുക്കുക. 2 വർഷത്തിന് ശേഷം സൂര്യയുടെ സിനിമ റിലീസായിട്ട് അത് ഇങ്ങനെയൊന്നും ആയിപ്പോയതിൽ തീർച്ചയായിട്ടും എനിക്ക് വിഷമമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചാനൽ, ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ചാനൽ ഞാൻ സിനിമ റിയാക്ഷൻ, സിനിമയുടെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ചാനലാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഞാൻ കങ്കുവ ഇറങ്ങുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്ന രീതിയിൽ വെച്ചിട്ടാണ് ഇരുന്നത്. പക്ഷേ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയണമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഇത്തരത്തിൽ സിനിമ കാണാൻ പോയത്. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭഗവാനെ ഇതിലാണോ സ്റ്റാർട്ട് ചെയ്തതെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിപ്പോയി. കുറേ വെടിയും പുകയും വയലൻസും വെട്ടും കുത്തും അതുപോലെ തന്നെ കുത്തിയിട്ട് ഇങ്ങനെ വലിച്ചെറിയുന്നതും അതുപോലെ തന്നെ പിന്നെന്താ ഉള്ളത്, അതൊക്കെ തന്നെ പുകയും കാര്യങ്ങളും കുറച്ച് തീയും കുറെ നിലവിളിയും ഒക്കെ കേൾക്കാൻ നിങ്ങൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ, അതല്ലെങ്കിൽ സൂര്യയുടെ ഒരു വലിയ ഫാനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും വൺ ടൈം വാച്ചബിളാണല്ലോ. ഒരു എന്താണ് സിനിമയിൽ ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് കേട്ടോ, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ പല ആളുകൾക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചില ആളുകൾക്ക് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട്. ഞാൻ നോക്കുമ്പോൾ ചില റിവ്യൂസ് ഒക്കെ വളരെ നല്ലതാണ്, അതിഗംഭീരം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യാം. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു സിനിമ പോയി കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റു വീഡിയോ ആയിട്ട്, അല്ലെങ്കിൽ വേറെ ചാനലിൻ്റെ ഇത് മാറിപ്പോയി. അപ്പോൾ അടുത്ത സിനിമയുടെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം. ബൈ.